ഒരാൾ ഇവിടെ ഇരുന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിക്കുകയാണ് കേട്ടോ. എന്താണ് ഇത്ര ആലോചന എന്നറിയില്ല. കളിക്കാൻ വേണ്ടി കളിപ്പാട്ടം എടുത്ത് കൊടുത്തിട്ടും അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നേ. പിന്നെ ദേ ഈ ഇരിക്കുന്ന സ്ഥലമില്ലേ, ഇപ്പൊ കണ്ടുപിടിച്ചതാണേ. ആൾക്ക് ഓരോരോ ഇഷ്ടങ്ങളാണ് കേട്ടോ. നേരത്തെ ആ സ്റ്റെപ്പായിരുന്നു ആളുടെ പ്രിയപ്പെട്ട സ്ഥലം. പിന്നെ ദേ ആ സൈഡിലേക്ക് തന്നെ അങ്ങോട്ടേക്ക് നിരങ്ങി നിരങ്ങി പോയി ഇരുന്ന് പഠിച്ചു കേട്ടോ. പക്ഷെ അവിടെ ഇരിക്കുന്നതാണേ കുറച്ചും കൂടി നല്ലത്. സ്റ്റെപ്പ് നമുക്ക് ഇത്തിരി വീതി കൂടിയ സ്റ്റെപ്പായത് കാരണം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ പുറം നന്നായിട്ട് വെക്കൂല കേട്ടോ. പുറമൊക്കെ നല്ലപോലെ നിവർത്തി നല്ല ബാലൻസിൽ ഇരിക്കണേ. അപ്പം ഞാനിന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ബിരിയാണി കാണിച്ചു കൊടുത്തു, ഹാപ്പി ആവുമോ എന്നറിയാൻ വേണ്ടി. ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, പക്ഷെ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ സ്ഥിരം സ്ഥലം ഇപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നതാണല്ലോ, അവിടെ പോയി ഇരിക്കാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുത്താൻ വേണ്ടി നോക്കിയപ്പോഴേ ദേ കാല് വടി പോലെ വെച്ചേക്കുന്നു, അവിടെ ഇരിക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേനും ദേ ഒരാൾ ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടേ. അൻവിക്കുട്ടി പിന്നെ ഉറക്കം എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങ് പോകുന്നുള്ളൂ കേട്ടോ. ചില കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ, ഉറക്കം എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കര വാശിയും, അമ്മ എടുത്താലേ പറ്റുള്ളൂ. നേരത്തെ അങ്ങനെ തമ്പുരമൊക്കെ ചെറുതായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം അൻവിക്കുട്ടി എന്നല്ല എല്ലാ മക്കളും സാഹചര്യത്തിനനുസരിച്ച് മാറുമായിരിക്കും അല്ലേ. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കും ആൾ ഡീസൻ്റായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ബിരിയാണിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആൾക്കൊരു കുലുക്കമില്ലേ. ഫുഡൊന്നും യാതൊരു ശ്രദ്ധയില്ല കേട്ടോ. എന്ത് ഫുഡ് കണ്ടാലും അതിലേക്ക് നോക്കത്തൊന്നുമില്ല. ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ല. ഐസ്ക്രീം മാത്രം ഇങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതേ നോക്കിയിട്ടൊക്കെ ആൾ എടുക്കാനൊക്കെ വന്നിട്ട് പിന്നെ എടുക്കാതെ പോവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ണി ഞാൻ വീണ്ടും മടിയിൽ കൊണ്ടിരുത്തി. അവൻ അങ്ങോട്ടേക്ക് പോയത് എന്തിനാണെന്നറിയോ, വണ്ടിയെ കയറാനായിരുന്നേ. അപ്പം എന്നെ മടിയിലിരുത്തി കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ.